ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നു. അവന് നിങ്ങളെ ആവശ്യമുണ്ട്. അവൻ നിങ്ങളെ കരുതുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിന് നിങ്ങളോട് പറയാൻ ഒരു സന്ദേശമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഏറെ കാലമായി ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നു. അത്തരം ചോദ്യങ്ങളില്ലാത്ത മനുഷ്യർ നമുക്ക് ചുറ്റുവട്ടത്തില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡുകൾ, നിലപാടുകളെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസത്തെ സന്ദേശത്തിൽ നമ്മൾ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിച്ചു. ജീവിതത്തിൽ നമ്മൾ എന്തിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റാൻഡിനെ പറ്റിയാണ്, നമ്മളെടുക്കുന്ന നിലപാടുകളെ പറ്റിയാണ്. അപ്പോൾ അല്പസമയം നിങ്ങൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അല്പസമയം നമ്മളോടൊപ്പം ചെലവഴിക്കുക. ദൈവത്തിനൊരു സന്ദേശമുണ്ട് നിങ്ങളോട് പറയാനായിട്ട്. തീർച്ചയായിട്ടും ഈ സമയം നമ്മൾ ഒന്നിച്ച് ചെലവഴിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായ നിമിഷങ്ങൾ തന്നെ ആകും എന്ന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റാൻഡ്, നിലപാടുകളെക്കുറിച്ച് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. നിലപാടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ സന്ദേശത്തിൽ ഒരു വൃത്തം വരച്ചു. ആ വൃത്തം നമ്മുടെ ജീവിതമാണെന്ന് കണ്ടു. ആദ്യം നമ്മൾ ആ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ അതിലെഴുതി. അതിൽ നമ്മൾ ദൈവത്തിൻ്റെ പേരെഴുതിയില്ല, എൻ്റെ പേരെഴുതിയില്ല, ഞാൻ എന്നെക്കുറിച്ച് അതിലെഴുതിയില്ല. പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ സെൻറ്ററിലേക്ക് ദൈവത്തെ കൊണ്ടുവരണം. ദൈവത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങളും ഇഷ്ടങ്ങളുടെയും പ്രയോറിറ്റി മാറും. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു കാര്യമായി തീരും എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അത്തരം ഒരു കാര്യത്തിൽ ഇനിയും അതിൽ നിലപാടുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഉദാഹരണത്തിന് നിലപാടുകളെക്കുറിച്ച് പറയുമ്പോൾ നോക്കൂ, നിങ്ങൾ രാവിലെ ഒരു വഴിക്ക് യാത്ര പോവുകയാണ്. യാത്ര പോകുന്ന സമയത്ത് റോഡരികിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ വഴക്ക് കൂടുന്നു. ഒരു ഭാര്യയും ഭർത്താവും ആണെന്ന് വിചാരിക്കൂ, നാടോടികളാണെന്ന് വിചാരിക്കൂ. നമ്മൾ എന്ത് പറയും? ഭയങ്കരമായ അടി, ചീത്ത വിളിക്കുന്നു, ഉപദ്രവിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയും, ഇവർക്കൊന്നും വേറെ പണിയൊന്നുമില്ല, നേരം വെളുത്തപ്പോഴേ തുടങ്ങിയിരിക്കുകയാണ്, എന്താണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ കൊച്ചുങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ, രാവിലെ എണീറ്റ് വെള്ളം അടിച്ചിട്ട് അടിയും വഴക്കും, ഇവർക്കൊന്നും വേറെ പണിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ജോലിക്ക് വേണ്ടി അങ്ങ് പോകും, അല്ലേ? ഇത്രയും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒന്ന് സഹതപിക്കും, പാവം സ്ത്രീ, അവരെത്രമാത്രം വിഷമത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടാവും എന്ന് നമ്മൾ ചിന്തിക്കും. എന്നിട്ട് നമ്മൾ അവിടുന്ന് യാത്ര പോകും. അതേ സമയം തന്നെ നമ്മളുടെ ആരെങ്കിലും, നമ്മളുടെ അങ്കിളോ ആൻറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ ആരെങ്കിലും വേറൊരാളുമായിട്ട് വഴക്കുണ്ടാകുകയാണ്, ഇതേപോലെ വഴക്കുണ്ടാകുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ വഴക്കിന് ഇടയിൽ ചെന്നിട്ട് പറയും, അയ്യോ അതെൻ്റെ സഹോദരനാണ്, അവനോട് വഴക്കുണ്ടാക്കരുത് ചേട്ടാ, നിങ്ങൾ കൂടുതൽ വഴക്കിന് പോകരുത്, വാ നമുക്ക് വീട്ടിൽ പോകാം, അവരെന്തെങ്കിലും കാണിച്ചോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ആളെ ആ വഴക്കിൽ നിന്ന് മാറ്റാനായിട്ട് ശ്രമിക്കും. ശരിയല്ലേ? നമ്മൾ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവരെ പ്രശ്നത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കും. എന്താ കാര്യം? അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കും ആ മനുഷ്യനും തമ്മിൽ ഒരു റിലേഷനുണ്ട്, ഒരു ബന്ധമുണ്ട്. അത് നമ്മുടെ പ്രിയപ്പെട്ട ഒരാളാണ്. അങ്ങനെ പ്രിയപ്പെട്ട ഒരാൾ ഒരു പ്രശ്നത്തിൽ അകപ്പെടാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ അദ്ദേഹത്തെ രക്ഷിച്ചു കൊണ്ടുപോകും. ആദ്യത്തെ സന്ദർഭത്തിൽ നമ്മുടെ ആരുമല്ല, നമ്മളുമായിട്ട് ആ വ്യക്തിക്ക് യാതൊരു റിലേഷനുമില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും, സഹതപിച്ച് നമ്മൾ നമ്മുടെ കാര്യം നോക്കി അങ്ങ് പോകും. സോ രണ്ട് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നു. ആദ്യത്തെ പ്രശ്നത്തിൽ നമ്മുടെ നിലപാട് വളരെ കാഷ്വലായിട്ടുള്ളതാണ്. ഓക്കെ, പ്രശ്നമാണ്, വഴക്കാണ്, മോശമായിപ്പോയി, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്, പാവം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി.
എന്നാൽ രണ്ടാമത്തെ കേസിൽ നമ്മുടെ നിലപാട് അതിലും വ്യത്യസ്തമാണ്. കാരണം നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ, നമ്മുടെ അടുത്ത ഒരാൾ, പരിചയമുള്ള ഒരാളായതുകൊണ്ട് നമ്മൾ ആ പ്രശ്നത്തിൽ ഇടപെടുകയും ആ പ്രശ്നത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെയല്ലേ? അപ്പോൾ അതിൽ നമ്മുടെ നിലപാട് വ്യത്യാസമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിലപാടുകൾ എന്ന് പറയുന്നത് നമ്മളും ആ വസ്തുവുമായിട്ടുള്ള അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത്. നോക്കൂ, നമ്മുടെ ജീവിതത്തിൻ്റെ സെൻറ്ററിൽ നമ്മൾ പണത്തിനെയാണ് വെക്കുന്നതെങ്കിൽ പണത്തോടുള്ള നമ്മുടെ നിലപാട് എന്തായിരിക്കും? ഒരു പക്ഷേ നമ്മൾ ഒരു മൊബൈൽ ഫോണിനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സെൻറ്ററിൽ വെക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു മൊബൈൽ ഫോണിനോടുള്ള നമ്മുടെ സ്റ്റാൻഡ് എന്തായിരിക്കും? അതാണ് ജീവിതത്തിൽ സ്റ്റാൻഡ്, നിലപാട് എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ സെൻറ്ററിൽ, ഫോക്കസിൽ നമ്മൾ പണത്തിനെ വെക്കുകയാണെങ്കിൽ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ അതിനോട് നമുക്കൊരു നിലപാടുണ്ടാകും. നമ്മുടെ ഫാമിലിയോടൊരു നിലപാടുണ്ടാകും, അല്ലെങ്കിൽ പണം കിട്ടുന്ന ജോലിയോടൊരു നിലപാടുണ്ടാകും, പിന്നെ ലാഭം, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ആ കാര്യത്തിനോട് നമുക്ക് ഒരു നിലപാടുണ്ടാകും. ഈ നിലപാടനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നമ്മൾ നിശ്ചയിക്കപ്പെടുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ നിലപാടുകൾ, സ്റ്റാൻഡ് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മളും നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസിലിരിക്കുന്ന കാര്യവും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മളതിനെ കണക്കാക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ശരിയല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എന്തിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ആ കാര്യവും നമ്മുടെ ജീവിതത്തിലുള്ള മറ്റ് കാര്യങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ബന്ധത്തെ ആശ്രയിച്ചാണ് എന്ത് കാര്യത്തിനാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടുന്നത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നിലപാടിനെ അനുസരിച്ചിട്ടാണ്. നോക്കൂ, മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. നമ്മൾ ജീവിതത്തിൽ ഒരു കാര്യം, ഒരു പക്ഷേ നമുക്ക് പണത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കാം. പണം നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യ കേന്ദ്രമായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ജോലിയോടുള്ള റിലേഷൻഷിപ്പ് വളരെ കൂടുതലായിരിക്കും. കാരണം ജോലി ചെയ്തെങ്കിലേ പണം കിട്ടുകയുള്ളൂ, ജോലി ചെയ്തെങ്കിലേ കൂടുതൽ ലാഭം ഉണ്ടാവുള്ളൂ, കൂടുതൽ നേരം നമ്മൾ ജോലി ചെയ്തെങ്കിലേ കൂടുതൽ പണം കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? ആ ജോലിക്ക് വേണ്ടി നമ്മുടെ സമയത്തിൻ്റെ കൂടുതൽ ഭാഗം നമ്മൾ ചെലവഴിക്കും. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് ആ ജോലിയോടായിരിക്കും. നമ്മൾ ആ ജോലിയെ ആശ്രയിച്ചായിരിക്കും നിലനിൽക്കുന്നത്. നമ്മുടെ സ്റ്റാൻഡ്, ജോലിയോടുള്ള നമ്മുടെ സ്റ്റാൻഡ് വളരെ അടുത്തായിരിക്കും. അതേസമയം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടുള്ള നമ്മുടെ നിലപാട് വ്യത്യസ്തമായിരിക്കും. അവർ പറയും, നിനക്ക് തനിയെ ജീവിക്കാൻ പറ്റുമല്ലോ, ശരി, നീ പോയിട്ട് അത് ചെയ്തോളൂ. പിള്ളേരോട് നമ്മൾ പറയും, ഓക്കെ മക്കളെ നിങ്ങൾ പോയിരുന്ന പടി കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സമയം കണ്ടെത്തത്തില്ല. അപ്പോൾ നമ്മളും നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് കുറഞ്ഞു പോകും. അപ്പോൾ അതെന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തെ ബാധിക്കാൻ ആരംഭിക്കും. അതേപോലെ മറ്റൊരു ഉദാഹരണം എടുക്കാം. നമ്മൾ സിനിമയോട്, എൻ്റർടൈൻമെൻറ്റിനോടാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കും. കൂടുതൽ സമയം നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കുമ്പോൾ ഒരുപക്ഷെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ TV സ്ക്രീനിലോ ആണ് ചെലവഴിക്കുന്നതെങ്കിൽ നമുക്ക് ജോലിയോടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് കുറയും, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടുള്ള റിലേഷൻഷിപ്പ് കുറയും. അവരൊക്കെ ജീവിതമാകുന്ന സർക്കിളിൽ അകന്നകന്ന് പോകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെയാണ് പലപ്പോഴും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെടുക്കുന്ന സ്റ്റാൻഡുകൾ, നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങളോട് നമ്മൾ എടുക്കുന്ന നിലപാടുകളെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതുമായിട്ടും നമ്മുടെ ജീവിതത്തിലുള്ള മറ്റ് കാര്യങ്ങളുമായിട്ടുള്ള നമ്മുടെ നിലപാടെന്താണ്, നമ്മുടെ റിലേഷൻഷിപ്പ് എന്താണ്
എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ ആലോചിക്കുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തെ സന്തോഷമായി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട ഉദാഹരണം നമുക്ക് നോക്കാം. സൗരയൂഥത്തിനെ നമ്മൾ ഉദാഹരണമായിട്ടെടുക്കാം. സൂര്യൻ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഓർബിറ്റിൽ സഞ്ചരിക്കുന്ന നിരവധി ഗ്രഹങ്ങളുണ്ട്. അത് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി മുതലേ അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഭൂമി പറയുകയാണ്, ഞാൻ ഈ സ്ഥലത്ത് ഇത്ര വർഷമായി നിൽക്കുന്നു, ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ കുറച്ച് ദൂരേക്ക് പോവുകയാണ് എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? ഭൂമി സൂര്യനിൽ നിന്ന് അകന്നു പോകും തോറും തണുപ്പ് കൂടുകയും ജീവൻ നിലനിർത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും, അല്ലേ? ഇനി ഭൂമി വിചാരിക്കുകയാണ്, ഒരു കാര്യം ചെയ്യാം, ഞാൻ സൂര്യൻ്റെ അടുത്തേക്ക് പോവാം. നമ്മൾ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പ് കൂടിക്കഴിഞ്ഞാൽ ഭൂമിയിൽ സൂര്യതാപം കൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടാകും, അല്ലേ? എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലൈഫിൻ്റെ സെൻറ്ററിൽ നമ്മൾ എന്തിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നോ അതും നമ്മുടെ ജീവിതത്തിലെ മറ്റ് കാര്യങ്ങളുമായിട്ടുള്ള ബന്ധം, റിലേഷൻഷിപ്പാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും നല്ല അവസ്ഥ നിശ്ചയിക്കാൻ സഹായിക്കുന്നത്. സന്തോഷത്തിനെയും സമാധാനത്തിനെയും ആശ്വാസത്തിനെയും ഒക്കെ കണ്ടെത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ അതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൻ്റെ സെൻറ്ററിൽ നമ്മൾ എന്തിനാണ് വെച്ചിരിക്കുന്നത്? അതുമായിട്ട് നമ്മുടെ ജീവിതത്തിലെ മറ്റ് ആവശ്യങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മുടെ മാതാപിതാക്കളോടുള്ള ബന്ധങ്ങൾ, നമ്മുടെ സഹോദരങ്ങളോടുള്ള ബന്ധങ്ങൾ, നമ്മുടെ സഭാംഗങ്ങളോടുള്ള ബന്ധങ്ങൾ, അതിൻ്റെയൊക്കെ റിലേഷൻഷിപ്പിൻ്റെ അളവ് എത്രയാണ്? എത്രമാത്രം ബന്ധം നമുക്ക് അവരുമായിട്ടുണ്ട്? എത്രമാത്രം സൗഹൃദം, എത്രമാത്രം സമയം നമ്മൾ അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് എന്ന് നമ്മൾ നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ തീർച്ചയായിട്ടും നമുക്കതിന് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്നവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ നമുക്ക് തകർച്ച സംഭവിക്കുകയും നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുകയും ചെയ്യും. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ സെൻറ്ററിൽ ദൈവത്തെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ, നമ്മൾ യേശുവിനെയാണ് പ്രതിഷ്ഠിക്കുന്നതെങ്കിൽ നമ്മളും ദൈവവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ സെൻറ്ററിൽ നമ്മൾ വയ്ക്കുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ നിലപാടെന്താണ്? ഇന്ന് പലർക്കും ദൈവം സെൻറ്ററിൽ ഇല്ലാത്തത് കൊണ്ട് ദൈവവുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. ദൈവം നമ്മുടെ ലൈഫ് സർക്കിളിൻ്റെ പുറത്താണ്. പക്ഷേ ദൈവത്തെ നമ്മുടെ ലൈഫിൻ്റെ സെൻറ്ററിൽ പ്രതിഷ്ഠിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് അടുത്ത റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ മറ്റ് കാര്യങ്ങൾ നമുക്ക് യഥാസ്ഥാനത്ത് ക്രമമായി വയ്ക്കാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ സൂക്ഷിക്കേണ്ടത് ആരോടൊക്കെയാണ്, എന്തിനോടൊക്കെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം ദൈവം നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കുന്ന ദൈവമാണ്, നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ബന്ധമാണ്, സമയം കണ്ടെത്താൻ സഹായിക്കുന്ന ദൈവമാണ്, നമ്മളെ ശരിയായ നിലപാടുകൾ എടുക്കാൻ സഹായിക്കുന്നത് ദൈവമാണ്. അങ്ങനെ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ വെക്കുമ്പോൾ ദൈവേഷ്ടത്തിന് അല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് കുറഞ്ഞു പോകും. അപ്പം നമുക്കറിയാം, എൻ്റർടൈൻമെൻറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമല്ല. ദൈവവുമായി ബന്ധപ്പെടുമ്പോൾ ഞാൻ ഈ കളിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, ഞാൻ മൊബൈലിൽ സമയം ചെലവഴിക്കുന്നത്, ഞാൻ ഇന്ന ചിത്രങ്ങൾ കാണുന്നത്, അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മളും മൊബൈൽ ഫോണും അല്ലെങ്കിൽ സ്ക്രീനുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് അകന്നകന്നകന്നകന്ന് പോകും. അങ്ങനെ അകന്നു പോകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സമയം ഇവിടെ കിട്ടും. ആ സമയത്ത് നമുക്കറിയാം, നമ്മുടെ ഫാമിലിയോടാണ് കൂടുതൽ ബന്ധം വെക്കേണ്ടതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയും. അപ്പോൾ നമുക്ക് ഫാമിലിക്ക് കൂടുതൽ സമയം നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മളും ദൈവവുമായിട്ടുള്ള സ്റ്റാൻഡ് കൃത്യമായിരിക്കുമ്പോൾ
അതിന് ചുറ്റുവട്ടത്തുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ദൈവേഷ്ടത്തിനനുസരിച്ച് നമ്മൾ നമ്മൾ അതിൻ്റെ പ്രയോറിറ്റൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ടും നമ്മുടെ ജീവിതത്തെ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. എന്താണ് ഇന്ന് എൻ്റെ ജീവിതത്തിന് ഏറ്റവും ആവശ്യം? നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് സമയം ചെലവഴിക്കേണ്ടത്? എന്തിനു വേണ്ടിയിട്ടാണ് സമയം ചെലവഴിക്കേണ്ടത്? എന്ത് തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് ഞാൻ ഈ കാര്യങ്ങളോട്, എൻ്റെ ജീവിതത്തിലെ മറ്റ് കാര്യങ്ങളോട് സൂക്ഷിക്കേണ്ടുന്നത് എന്ന് നമുക്ക് കൃത്യമായി ദൈവത്തിൻ്റെ ആത്മാവ് ബോധ്യപ്പെടുത്തി തരും. ഇനി ചില ആളുകളുണ്ടല്ലോ, അവർക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സെൻറ്ററിൽ അവർ പ്രതിഷ്ഠിക്കുന്ന ചില കാര്യങ്ങളോടുള്ള റിലേഷൻഷിപ്പ് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ അഡിക്റ്റഡ് പീപ്പിൾ, എന്തെങ്കിലും കാര്യത്തിനോട് അഡിക്ഷനുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിൻ്റെ ഫോക്കസിൽ ആ കാര്യമായിരിക്കും. മദ്യമാണെങ്കിൽ മദ്യമായിരിക്കും. അവർക്ക് ആ മദ്യത്തിനോടുള്ള റിലേഷൻഷിപ്പ് കൂടുതലായിരിക്കും. അവർ കൂടുതൽ സമയവും ഈ മദ്യത്തിനോട് ചെലവഴിക്കും. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ബിഹേവിയർ ആസ്വദിക്കാൻ വേണ്ടി ചെലവഴിക്കും. അപ്പോൾ അവർക്ക് വേറെ ഒന്നിനോടും റിലേഷൻഷിപ്പില്ല. ദൈവത്തോട് റിലേഷൻഷിപ്പില്ല, ഫാമിലി മെമ്പേഴ്സിനോട് റിലേഷൻഷിപ്പ് ഉണ്ടാകില്ല, സമൂഹത്തിലുള്ള മറ്റുള്ളവരോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവരെത്തിച്ചേരുമ്പോൾ അവരുടെ ശ്രദ്ധ മുഴുവൻ ഈ കാര്യത്തിലാകും. അങ്ങനെ ഈ സബ്സ്റ്റൻസ് അവരെ അഡിക്ഷനിലേക്ക് തള്ളിയിടുന്നതും ചെയ്യാം. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആസക്തിയുള്ള ആരെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളും അയാളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, നിങ്ങളും ആ സബ്സ്റ്റൻസും തമ്മിലുള്ള നിലപാടെന്താണ്, സ്റ്റാൻഡ് എന്താണ് എന്നവരോട് നമ്മൾ ചോദിക്കണം. എൻ്റെ മോൻ മൊബൈൽ ഫോൺ കാണാൻ ഇഷ്ടപ്പെടും, കാർട്ടൂണൊക്കെ കാണാനായിട്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും, മോനെ നിനക്ക് കാർട്ടൂണാണോ ഇമ്പോർട്ടൻ്റ്, പപ്പയാണോ ഇമ്പോർട്ടൻ്റ്? അപ്പോൾ ആദ്യം അവൻ പറഞ്ഞു പപ്പയാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ്. മൊബൈൽ ഫോൺ മാറ്റി വെച്ചിട്ട് എൻ്റെ കൂടെ കളിക്കാൻ തുടങ്ങി. ഞാൻ അവൻ്റെ കൂടെ കളിക്കാനായിട്ട് തുടങ്ങി. കൂടുതൽ സമയം അവനുമായിട്ട് സമയം ചെലവഴിച്ചു. അപ്പം ഞാനും അവനും തമ്മിലുള്ള, എൻ്റെ മോനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൂടി, സമയം സ്പെൻഡ് ചെയ്യുന്നത് കൂടി. പിന്നെ അവൻ കുറച്ചുകൂടെ കാലം കഴിഞ്ഞപ്പം വീണ്ടും മൊബൈൽ ഫോൺ കാണുമ്പോൾ ഞാനോട് ചോദിക്കും, മോന് പപ്പയാണോ വലുത്, ഫോണാണോ വലുത്? അവൻ്റെ ഉത്തരം, പപ്പയും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഫോണും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ അവൻ്റെ സ്റ്റാൻഡ് രണ്ടിനും തുല്യമായി കാണിക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് സമയം ഫോണും വേണം, എനിക്ക് കുറച്ച് സമയം പപ്പയും വേണം എന്നുള്ള ഒരു സ്റ്റാൻഡ് അവൻ എടുക്കുകയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അവൻ പറയുന്നത്, പപ്പ എനിക്ക് ഫോണാണ് ഇമ്പോർട്ടൻറ്റ്. നോക്കൂ, അങ്ങനെ പറയുമ്പോൾ അവന് ആ ഫോണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എത്രയാണ്, ഞാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് കുറഞ്ഞു വരുന്നത് എന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ അഡിക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ മാറ്റണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റെ ജീവിതത്തെ സ്പോയിൽ ചെയ്യുന്നു എന്ന് ആ വ്യക്തി ആദ്യം തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഈ സബ്സ്റ്റൻറ്റുമായിട്ടുള്ള നമ്മുടെ സ്റ്റാൻഡ് നമ്മുടെ ലൈഫിന് ഒരു പ്രോബ്ലമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ അത് മാറാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നവുമില്ലെങ്കിൽ പിന്നെ അത് മാറണമെന്ന് തോന്നത്തില്ല. ഇപ്പോൾ രോഗമുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളൂ. അപ്പം ആ ആളുകൾ വിചാരിക്കുന്നത് എനിക്ക് ഈ സബ്സ്റ്റൻസ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് അതെനിക്ക് ഹാപ്പിയാണ് എന്ന് ചിന്തിക്കുന്നിടത്തോളം കാലം അതൊരു പ്രശ്നമായിട്ട് അയാൾക്ക് തോന്നില്ല, അത് മാറണമെന്ന് അയാൾക്ക് തോന്നില്ല. അപ്പോൾ ഇത് അവരുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് തോന്നിയാൽ മാത്രമേ ഈ സ്വഭാവം മാറ്റണമെന്ന് അയാൾക്ക് തോന്നുകയുള്ളൂ. ഇതാണ് അയാളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടുന്നത്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മളും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ടുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് പോയിൻറ്റിൽ ദൈവത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മളും ദൈവവുമായിട്ടുള്ള സ്റ്റാൻഡ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിലുള്ള മറ്റ് കാര്യങ്ങളോടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മൾ നിശ്ചയിക്കുകയും എല്ലാ കാര്യങ്ങളെയും കൃത്യമായ സ്ഥാനത്ത് നമുക്ക്
വെക്കാനും പറ്റും. നമ്മുടെ ഫാമിലിക്ക് എത്ര റിലേഷൻഷിപ്പ് എന്താണ്, നമ്മുടെ പേരൻസിനോടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് എന്താണ്, നമ്മുടെ ജോലിയോടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് എന്താണ്, നമ്മുടെ നിലപാടെന്താണ്, നമ്മുടെ സമൂഹത്തിലുള്ള മറ്റ് മനുഷ്യരോടുള്ള നമ്മുടെ നിലപാടെന്താണ്, അവർക്ക് വേണ്ടി എത്ര സമയമാണ് മാറ്റിവെക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് നിശ്ചയിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും, പല സംശയങ്ങളും മാറ്റാൻ പറ്റും. നമുക്ക് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ഒരു സമയനിഷ്ഠ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആക്കാൻ പറ്റും. ദൈവിക സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ദൈവവുമായിട്ടുള്ള ആത്മബന്ധം നമുക്ക് കൂട്ടാൻ പറ്റും. ദൈവവുമായിട്ട് നമ്മൾ ചെലവഴിക്കുന്ന സമയം കൂടും. ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം കൂടുമ്പോൾ, ദൈവത്തോടൊപ്പം നമ്മൾ ചെലവഴിക്കുന്ന സമയം കൂടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും കാര്യങ്ങളെ പ്രതിഷ്ഠിക്കാനും കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതേപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നമുണ്ടായത്, എന്തുകൊണ്ടാണ് എനിക്ക് പല കാര്യങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് എനിക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാൻ പറ്റാത്തത് എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, നമ്മളുടെ ഈ സന്ദേശങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏതാണ്, ആരാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സെൻറ്ററിലുള്ളത്, അതുമായിട്ടുള്ള നമ്മുടെ സ്റ്റാൻഡ് എന്താണ്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങളോട്, ഇഷ്ടങ്ങളോട്, നമ്മുടെ ശീലങ്ങളോട്, നമ്മുടെ സ്വഭാവങ്ങളോടുള്ള നമ്മുടെ നിലപാട് എന്താണ് എന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് കൃത്യമായി ക്രമീകരിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും ഇതോടെ പരിഹാരം കാണാൻ നിങ്ങൾക്ക് പറ്റും. കാരണം നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിച്ചു, ഈ പറഞ്ഞു തന്ന പോയിൻ്റുകൾ നിങ്ങളുടെ ജീവിതത്തിന് എത്രമാത്രം ഉപകാരം ചെയ്തു എന്ന് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക്, ഫോക്കസ് പോയിന്റിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കാം. നമ്മുടെ ജീവിതം ഏറ്റവും നന്മയുള്ളതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷത്തിനായി അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഞങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങളോട്, ഇഷ്ടങ്ങളോട് എന്ത് നിലപാടാണ് ഞങ്ങൾ എടുക്കേണ്ടുന്നത്, ഞങ്ങൾ അവരുമായിട്ട് എന്ത് റിലേഷൻഷിപ്പാണ് സൂക്ഷിക്കുന്നത് എന്ന് തിരിച്ചറിയാനും ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാനും അങ്ങ് സഹായിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സെൻറ്ററിലേക്ക് പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്ന് താമസിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും അങ്ങയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു. സകലവും യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ സന്ദേശം ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ എന്നോട് നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ സന്ദേശത്തിലുള്ള ഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടാവുന്നതാണ്. അങ്ങനെ ബന്ധപ്പെടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചില മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കും. പിന്നീട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. കൂടുതൽ സന്ദേശങ്ങൾ ഇതേപോലത്തെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റുള്ള ആളുകൾക്ക് പങ്കുവെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള നല്ല ആശയങ്ങൾ കിട്ടും. വീണ്ടും മറ്റൊരു നല്ല വചനവുമായി കാണുന്നതുവരെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അവിടെ കാത്തുപരിപാലിക്കട്ടെ. ആമേൻ.